ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകന ചിത്രം രേഖാചിത്രം പടം ആദ്യ ഷോ കഴിഞ്ഞു. എങ്ങനെയാണ് ഇടപെടും? പടം വൺ ടൈം വാച്ചബിളാണ്, ഡീസൻറ്റ് ത്രില്ലറാണ്. അതായത് ഭയങ്കരമായിട്ടുള്ള സ്പീഡായിട്ട് പറയുന്നൊരു ത്രില്ലിങ് മൂവിയല്ല. കാരണം അത് ആ സിനിമയുടെ പാറ്റേൺ അങ്ങനെയാണ്. അവരുദ്ദേശിക്കുന്നത് ഓൾറെഡി വില്ലന്മാരെ കണ്ടെത്തി അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു സ്ലോ പേസാണ് പടം മൊത്തം നോക്കുന്നത്. ത്രില്ലർ ജോണറാണ്. ത്രില്ലറിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം. അതിൽ ഈ പറയുന്ന സിനിമാ പ്രേമികൾക്ക് കുറച്ചുകൂടി കണക്റ്റ് ആവും എന്നുള്ളത് സത്യമാണ്. എന്നതിനപ്പുറം ആളുകൾ പറയുന്ന മാതിരി അല്ലെങ്കിൽ റിവ്യൂസ് വരുന്ന മാതിരി ഭയങ്കര ഗംഭീര സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ഡീസൻറ്റ് ഗൂസ്ബംപ് ത്രില്ലർ അല്ല. അവരെ അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. വേറിട്ട രീതിയിലാണ് അവർ മേക്ക് ചെയ്തതും അവരുദ്ദേശിച്ചതും ഈ ഒരു ഔട്ട് തന്നെയാണ്. പക്ഷെ ആളുകൾ ഈ ഒരു റിവ്യൂ കേട്ട് ഭയങ്കര സംഭവം എന്ന് വെച്ചിട്ട് ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള പടാന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ നിരാശയാവും ഫലം. അതാണ് പറയാനുള്ളത്. കണ്ടിരിക്കാൻ വാച്ചബിൾ ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ കാണാൻ പോകണം, മൂഡിൽ പോകണം. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇനി റിവ്യൂസ് വരുന്നത് ഭയങ്കര പോസിറ്റീവായി ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഇത് 2 ദിവസം കഴിഞ്ഞാൽ ഡൗൺ ആവും. എക്സ്പെക്ടേഷൻ കൂടിക്കഴിഞ്ഞാൽ ഈ പടത്തിന് നെഗറ്റീവ്സ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അത് കാരണം ഒരു നല്ലൊരു സിനിമ, ഒരു സ്ലോ പേസ് ത്രില്ലർ എന്നുള്ള രീതിയിൽ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, സാറ്റിസ്ഫൈഡ് ആവും. സ്ക്രിപ്റ്റ് വൈസ് ഓക്കെയാണ്. മേക്കിങ്ങിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഡൗൺ ഇതൊക്കെ ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ പടം ഒരു ഡീസൻറ്റ് മൂവിയാണ്. പെർഫോമൻസ് വൈസ് ആസിഫ് അലി ഇക്കൊല്ലവും സ്റ്റാർട്ടിങ് ഗംഭീരമായിട്ട് തന്നെ തുടങ്ങാൻ ആളൊരു സ്ക്രിപ്റ്റ് സെലക്ഷനിൽ ബെറ്റർ ആയിട്ട് തോന്നി. പക്ഷേ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു ഫാക്ടറാണ്. ആള് സ്ക്രീനിൽ വന്നു പോകുന്നത് നമുക്ക് ചെറിയ സമയത്ത് നിരാശപ്പെടുത്തുമെങ്കിലും പക്ഷേ ആളുടെ ലൈഫുണ്ട് ഈ സിനിമയിൽ. അത് ക്ലൈമാക്സ് പോർഷൻ്റെ ഒരു ഒറ്റ ഡയലോഗിൽ നമുക്ക് സിനിമയിൽ മൊത്തം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫീൽ കിട്ടും. അങ്ങനെ ഒരു പ്രതീതി മമ്മൂക്ക എന്ന് പറഞ്ഞ ആക്ടറാണ് അതുകൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റി. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ആ ഒരു പോർഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകളിൽ നെഗറ്റീവ് വരേണ്ടതാണ്. പക്ഷേ എൻഡിങ്ങിൽ വരുന്ന ആ ഒരു പോർഷനിൽ സിനിമ തിയേറ്റർ മൊത്തം കുലുങ്ങാണ്. മീൻസ് ആ ഒരു ആക്ടറിൻ്റെ ഒരു പവറാണ് ആ പടത്തിൽ. അപ്പോൾ അത് ഈ സിനിമനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഏട്ടാ.